മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് എന്തിനു വേണ്ടി? ഒരു ശാഖ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ സംഘിയെ മോഷണക്കേസിൽ പോലീസ് പിടിച്ചു. അതും ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസ്. സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ശാഖ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തോ തോന്നിവാസോ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കൾ മക്കളെ അണിയിച്ചൊരുക്കി ശാഖയിലേക്ക് വിടുന്നു. മക്കൾ പുതിയ ഡ്രസ്സുകൾ കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ധരിച്ചുകൊണ്ട് ശാഖയിലേക്ക് പോകുന്നു. ഈ പൊന്നു മക്കൾ ശാഖയിലെ പഠിത്തത്തിലൂടെ ഹിന്ദുത്വ തീവ്രവാദികളായി മാറുന്നു. അങ്ങനെ ഇവരുടെ മനുഷ്യത്വം മരവിച്ചു പോയിക്കൊണ്ട് ഇവരുടെ ഉള്ളിലെ സഹതാപം, കരുണ എങ്ങോ വിട പറഞ്ഞകലുന്നു. അമിതമായ വർഗീയ വിദ്വേഷം ഇവരുടെ സ്വന്തം മാതാപിതാക്കളെ തന്നെ തല്ലിക്കൊല്ലുവാൻ ഇവർ മുതിരുന്നു. ഇവരുടെ സ്വന്തം ആരാധനാലയങ്ങളിൽ ഇവർ തന്നെ തൂറിയ മലം കൊണ്ട് പെയിൻ്റ് അടിക്കുന്നു. അങ്ങനെ ഇവർ വളർന്നു വലുതായ ശേഷം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഉരുണ്ടു മറിയുന്നു. ഇവർ ഈ അഭ്യാസ പ്രകടനമെല്ലാം പഠിച്ച ശേഷം സ്വന്തം സഹപ്രവർത്തകരുടെ മേലെ തന്നെ പ്രയോഗിക്കുന്നു. സ്വന്തം സഹപ്രവർത്തകരുടെ ഭാര്യമാരെ ഉന്നം വെച്ചുകൊണ്ട് സ്വന്തം സഹപ്രവർത്തകരുടെ പള്ളയിലേക്ക് കത്തിയിറക്കുന്നു. അങ്ങനെ ഇവർ തെരുവിൽ കലാപം സൃഷ്ടിക്കുന്നു. പിന്നീട് അവർ മോഷണം പതിവാക്കുന്നു. ഒരു ശാഖ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ സംഘിയെ മോഷണക്കേസിൽ പോലീസ് പിടിച്ചു. അതും ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസ്. സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ശാഖ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തോ തോന്നിവാസോ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അവർ സഹപ്രവർത്തകനിൽ നിന്നും ലോൺ എടുത്തു തരാൻ പറയുന്നു. ലോണ് തിരിച്ചു കെട്ടാതെയാകുമ്പോൾ ആ സഹപ്രവർത്തകൻ സ്വയം തൂങ്ങി മരിക്കുന്നു. അതിന് കാരണക്കാർ ഇവരാണ്. അങ്ങനെ സ്വന്തം സഹപ്രവർത്തകന് നല്ല ഒന്നാന്തരം പണി കൊടുത്തുകൊണ്ട് കള്ളന്മാരെ പോലെ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നു. അങ്ങനെ ശാഖയിൽ പോയ മക്കൾ തന്നെ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും RSSകാരനെ കൂട്ടുകാരനാക്കരുത്. എന്താണ് കാരണം? അങ്ങനെ കാരണം ചികഞ്ഞപ്പോൾ നടക്കുന്ന ആ സത്യം പുറത്തു വന്നിരിക്കുന്നു. ശാഖയിൽ പഠിക്കാൻ പോകുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു ശാഖയിലെ മൂത്ത കുരങ്ങന്മാർ. ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ശാഖയിലെ ഈ മൂത്ത കുരങ്ങന്മാർ എത്ര മാരകമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാവണം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.